ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഗാർപ്പിൻ്റെ ഗാലക്സി ഫൈറ്റിംഗ് സ്റ്റൈലാണ്. സോ നമുക്ക് കൂടുതൽ ഡിലേ ഒന്നും ആക്കുന്നില്ല, നേരെ നമ്മുടെ ഗ്രൈൻഡിലോട്ട് പോവാം. ബൈ ദ വേ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. നമുക്ക് നേരെ പോവാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് C3യിലാണ്. ഇവിടുന്ന് മറൈൻ ഫോർട്രസിൽ പോയിട്ടാണ്, മറൈൻ ഫോർട്രസ് ആണോ മറൈൻ ബേസ് ആണോ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ പോയിട്ടാണ് നമ്മൾ ഗാർപ്പിനോട് സംസാരിച്ച് ഗാർപ്പിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ എടുക്കുന്നത്. സോ ഇതിനെനിക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് 2500 NPCയുടെ കില്ല് യൂസിങ് കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഫൈറ്റിംഗ് സ്റ്റൈൽ യൂസ് ചെയ്ത് 2500 NPCയുടെ കില്ല് വേണം. ഓൾസോ 70 മില്യൺ ബെറീസ്. ആ രണ്ട് കാര്യങ്ങൾ മാത്രം മതി. സോ നമുക്ക് നേരെ നമ്മുടെ മറൈൻ ബേസിലോട്ട് പോവാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മറൈൻ ബേസിലെത്തി. ഇനി ഗാർപ്പിനോട് സംസാരിക്കണം. ഗാർപ്പിനോട് സംസാരിക്കുമ്പോൾ പ്രോബബ്ലി എന്തെങ്കിലും ഒരു ക്വസ്റ്റ് തരാനാണ് ചാൻസ്. നമ്മുടെ 2500 NPCയുടെ ക്വസ്റ്റ് തരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ് എടുക്കാം. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, വെൻ യു ആർ സ്ട്രോങ് ഇനഫ് ഐ വിൽ ടീച്ച് യു മൈ ഫൈറ്റിംഗ് സ്റ്റൈൽ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ 2500 NPCനെ അടിക്കണം. ഇതിനായിട്ട് നമ്മൾ C1 പോകും ഗൈസ്. C1 പോയിട്ട് അവിടെ ഒരു ഉപയോഗമില്ലാത്ത കുറേ NPC നിൽപ്പുണ്ട്, അതിനെ അടിച്ച് തൂഫാനാക്കും, സെറ്റാക്കും ഗൈസ്. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിന്നാണ് കോമ്പാറ്റ് ഫൈറ്റിംഗ് സ്റ്റൈലിലേക്ക് തിരിച്ച് സ്വിച്ച് ചെയ്യുന്നത്. C1 നമുക്ക് ചെയ്യാം, C2 നമുക്ക് ചെയ്യാം, പക്ഷേ ഞാൻ ഇവിടെ നിന്നാണ് ഗൈസ് ചെയ്യുന്നത്. പിന്നെ അവിടെ ചെന്ന് അതിൻ്റെ പുറകെ തൊല്ല പിടിച്ച് നടക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ C1 പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ C1 എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ക്ലൗൺ ഐലൻഡിലോട്ട് പോകണം. അതിന് മുമ്പ് ഇവിടെ ഒരു ഡ്രാഗൻ നിന്ന് ഷോറൊക്കെ ഉണ്ട്, അടിച്ച് തീർത്തിട്ട് നമുക്കങ്ങ് പോകാം ഗൈസ്. നമുക്ക് എന്തായാലും വല്ല ബൗണ്ടിയും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, ബൗണ്ടി ഒന്നും കിട്ടിയില്ല, നമുക്ക് നേരെ പോവാം. അതിന് മുമ്പ് ഒരു സീ ബീസ്റ്റും കൂടി ഉണ്ട്, അതിനെ കൂടി അടിച്ചിട്ടങ്ങ് പോകാം ഗൈസ്. സീ ബീസ്റ്റിൻ്റെ ആയിരുന്നു നമുക്ക് റെയിലിയുടെ സോഡ് നമുക്ക് കിട്ടും, ചാൻസ് ഉണ്ടെങ്കിൽ, അതായത് ഭാഗ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, കിട്ടിയില്ല. നേരെ നമുക്ക് ക്ലൗൺ ഐലൻഡിൽ പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്രൈൻഡ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ക്ലൗൺ ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗ്രൈൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, 2500 NPCയാണ് വേണ്ടത്. ഇത് ഞാൻ മൊത്തം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. സോ ഞാൻ ജസ്റ്റ് എല്ലാത്തിനും ഒന്ന് അടിച്ച് തീർത്തിട്ട് നമ്മുടെ ഐറ്റം ഡ്രോപ്പ് കിട്ടി കഴിയുമ്പോൾ വരാം. കൺഫേം ഡ്രോപ്പാണ്, 100% നമുക്ക് ഡ്രോപ്പ് ചാൻസ് ഉണ്ട്. സോ അടിച്ച് തീർത്തിട്ട് വരാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ സാധനം കിട്ടി. ഞാൻ C3യിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മറൈൻ ബേസ് പോയി സാധനം എടുക്കണം. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, കിട്ടുന്ന ആ ഡ്രോപ്പിൻ്റെ ആ ഒരു ടൈമിനെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. എനിവേ സാധനം കിട്ടിയിട്ടുണ്ട്. റോ പവർ എന്ന് പറഞ്ഞൊരു ഡ്രോപ്പാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് ഞാൻ എൻ്റെ ഇൻവെൻറ്ററി കിടപ്പുണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, മിത്തിക് ഡ്രോപ്പാണ്, കാണിച്ചു തരാം. എവിടെയാണ് ഗൈസ്, ഹിയർ വി ഗോ. ഇതാണ് നമ്മുടെ റോ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരെ ഗാർപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. 70 മില്യൺ ബെറി പേ ചെയ്യുക, നമുക്ക് ഗാലക്സി ഫൈറ്റിംഗ് സ്റ്റൈൽ കിട്ടും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് മറൈൻ ബേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഗാർപ്പിനോട് സംസാരിക്കുന്നു. 70 മില്യൺ ബെറി നമ്മൾ കൊടുക്കുന്നു. ഹിയർ വി ഗോ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗാലക്സി ഫൈറ്റിംഗ് സ്റ്റൈൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി എൻ്റെ മാസ്റ്ററി മാക്സ് ആക്കിയിട്ട്, അതായത് 2000 മാസ്റ്ററി ആക്കിയിട്ട് ഞാൻ എൻ്റെ മൂവ് സെറ്റ് ഷോക്കേസ് ചെയ്യാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ 2000 മാസ്റ്ററി ഞാൻ ആക്കിയിട്ടുണ്ട് ഫൈനലി. കുറച്ച് നേരം എടുത്തോളൂ, കാരണം 8x ബൂസ്റ്റ് കിടക്കുന്നുണ്ട്, ഹാക്കി ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ്, ഇത്രയും മൂവാണുള്ളത്. വിൽ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു ബഫാണ്, ഇതിനായിട്ട് കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഓറയൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ കൊള്ളാം, ഓറ വലിയ സുഖമില്ല ഗൈസ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ നല്ല രസമുണ്ട്. എനിവേ മൂവ് സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇസഡ് മൂവ് എന്ന് പറഞ്ഞത് വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഇസഡ് മൂവ് ഇതാണ്. ഓക്കെ, എക്സിനെ സീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇസഡ് മൂവ് കുറച്ചുകൂടി നല്ല ആനിമേഷനാണ് ഗൈസ്. ഓക്കെ, റേഞ്ചും അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ഇതാണ് ഇസഡ് മൂവ്, കുഴപ്പമില്ല. ഒരു ഇമ്പാക്റ്റ് പോലത്തെ ഒരു സാധനമാണ് കൊടുക്കുന്നത്. എക്സ് ക്യാൻ ബോൾ വെച്ചിട്ടുള്ള റേറ്റാണ്, എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പേഴ്സണലി എനിക്ക് എക്സും സിയും ഇഷ്ടപ്പെട്ടില്ല. വി ഈസ് സോ ഗുഡ്. ഓക്കെ, സി ഇതാണ്, ഒരു ചെറിയൊരു എക്സ്പ്ലോഷനാണ്, വലിയൊരു ക്യാനൻ ബോൾ വെച്ച് എറിഞ്ഞ എക്സ്പ്ലോഷൻ. വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സി ഇമ്പാക്റ്റ്. യെസ് ഗൈസ്, ഗാലക്സി ഇമ്പാക്റ്റ് ആണ്, പക്കാ സാധനം ഗൈസ്. വി പക്കാ സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിക്ക് എനിക്ക് വി ഇഷ്ടപ്പെട്ടു. എക്സും സിയും ചാത്തൻ സാധനമാണ്, ഒരു സുഖമില്ല. ഇസഡ് കുഴപ്പമില്ല, മിഡ് ടു ഹൈ ലെവലിലാണ് ഇസഡ് കിടക്കുന്നത്. വി ഈസ് സോ ഗുഡ്, ഗാലക്സി ഇമ്പാക്റ്റ് ഈസ് സോ ഗുഡ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണേലും ഈ സാധനം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് ഈ ഒരു ഫൈറ്റിംഗ് സ്റ്റൈൽ ഞാൻ യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എൻ്റെ ഒന്നാമത്തെ കാര്യം, എൻ്റെ മിലിയുടെ സ്റ്റാറ്റ്സ് മാക്സ് അല്ല. മാക്സ് ആയി കഴിഞ്ഞാൽ എല്ലാ ഫൈറ്റിംഗ് സ്റ്റൈലും എടുത്തിട്ട് അതിൻ്റെ ഡാമേജ് കമ്പയർ ചെയ്തൊരു വീഡിയോ ഇടാം. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉണ്ടായിരുന്നത്. സോ അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്, സൈനിങ് ഓഫ്, ബൈ.